ഇന്ന് നമുക്കൊരു അടിപൊളി ലൊക്കേഷൻ കാണാം. നെല്ലിയാമ്പതി മലനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന സീതാർകുണ്ട്. ഇപ്രാവശ്യം പാലക്കാട് പോയപ്പോൾ ബൈ ചാൻസ് ഈ വെള്ളച്ചാട്ടത്തിനടുത്ത് പോകാൻ പറ്റി. പോകുമ്പോൾ സ്ഥലം എങ്ങനെയിരിക്കുമെന്നോ ഒരു ഐഡിയയും ഇല്ലായിരുന്നു. പക്ഷെ പോകുന്ന വഴിയിൽ കണ്ട കാഴ്ചകളൊക്കെ നയനമനോഹരമായിരുന്നു. ഒരുപാട് ദൂരെ നിന്ന് തന്നെ ആ മലനിരകളുടെ പ്രൗഢിയും മനോഹാരിതയും കാണാൻ പറ്റും. പോകുന്ന വഴിയിൽ രണ്ടു സൈഡിലും മനോഹരമായ പാടശേഖരങ്ങളാണ്. ഞങ്ങൾ പോയ സമയം കറക്റ്റ് ആയതുകൊണ്ട് ആ മനോഹരമായ കാഴ്ച കാണാൻ പറ്റി. പാടവും മലയും വെള്ളച്ചാട്ടവും ഒക്കെ കണ്ണിന് നല്ല കുളിർമ നൽകും. മൈൻഡ് റിലാക്സ് ആകാൻ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോകണം. ഇനി ഞാൻ സീതാർകുണ്ടിനെ പറ്റി പറയാം. സീതാർകുണ്ട് ചരിത്രപരമായി പ്രാധാന്യമുള്ളതും പ്രകൃതി രമണീയവുമായ ഒരു വിസ്മയമുണർത്തുന്ന സ്ഥലമാണ്. പാലക്കാട് ജില്ലയിൽ കൊല്ലങ്കോട് എന്ന സ്ഥലത്താണ് ഈ മനോഹരമായ വെള്ളച്ചാട്ടമുള്ളത്. സീതാർകുണ്ട് വ്യൂ പോയിന്റിന്റെ പ്രധാന ആകർഷണമാണ് ഈ വെള്ളച്ചാട്ടം. വ്യൂ പോയിന്റിൽ നിന്നും ഏകദേശം 3 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് ഇതിൻ്റെ ബോട്ടം പാർട്ടിലേക്ക്. നെല്ലിയാമ്പതിയിൽ നിന്ന് ആരംഭിച്ച് താഴെയുള്ള താഴ്വരയിലെത്തി ഗായത്രി പുഴയുടെ കൈവഴിയായി രൂപപ്പെടുന്ന ഒരു ചെറിയ വെള്ളച്ചാട്ടമാണ് സീതാർകുണ്ട്. ഈ സ്ഥലം അതിമനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾക്ക് മാത്രമല്ല ഇതിഹാസമായ രാമായണവുമായുള്ള ബന്ധത്തിനും പ്രസിദ്ധമാണ്. വനവാസകാലത്ത് ശ്രീരാമനും ലക്ഷ്മണനും സീതയും ക്ഷീണിതരായി ഈ മലമ്പ്രദേശത്ത് എത്തിച്ചേരുകയും തുടർന്ന് സീതാദേവിക്ക് സ്നാനം ചെയ്യാൻ ശ്രീരാമൻ തൊട്ടടുത്ത അരുവി കാണിച്ചു കൊടുക്കുകയും സീതാദേവി ആ അരുവിയിൽ കുളിക്കുകയും ചെയ്തു. പിന്നീട് ഈ അരുവി സീതാദേവി നദിയിൽ കുളിച്ച തീർത്ഥം എന്ന പേരിൽ സീതയാർകുണ്ട് എന്ന് ലോപിച്ച് സീതാർകുണ്ട് എന്നറിയപ്പെടുന്നു. സീതാദേവി നദിയിൽ കുളിച്ച തീർത്ഥത്തിൽ അവിടുത്തെ ആദിവാസികളും ജനങ്ങളും സീതാദേവിയെ സങ്കല്പിച്ച് പൂജ നടത്തുന്ന ചടങ്ങ് ഇപ്പോഴുമുണ്ട്. സീതാർകുണ്ടിന്റെ മനോഹാരിത വാക്കുകളിൽ പ്രകടിപ്പിക്കാൻ കഴിയില്ല, അത് സ്വയം അനുഭവിച്ചറിയണം. പാലക്കാട് ടൗണിൽ നിന്നും ഏകദേശം 2 മണിക്കൂർ വേണം ഇവിടെ എത്താൻ. പബ്ലിക് ട്രാൻസ്പോർട്ട് ഒന്നും അവൈലബിൾ അല്ലാത്തത് കൊണ്ട് ഇവിടെ എത്താൻ സ്വന്തം വണ്ടിയോ വാടകയ്ക്കെടുത്ത വണ്ടിയോ വേണം. ചില സമയങ്ങളിൽ വെള്ളച്ചാട്ടത്തിൻ്റെ ജലപ്രവാഹത്തിൽ ഗണ്യമായ ഏറ്റക്കുറച്ചിലുകൾ അനുഭവപ്പെടുന്നു. അതുകൊണ്ട് തന്നെ സന്ദർശന വേളയിൽ ശ്രദ്ധാപൂർവമായ സമീപനം ആവശ്യമാണ്. പോകുന്ന വഴിയിൽ ഇതിനെ സൂചിപ്പിക്കുന്ന ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബോർഡ് കാണാൻ പറ്റും. സീതാർകുണ്ട് വെള്ളച്ചാട്ടം സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം സെപ്റ്റംബർ മുതൽ ഫെബ്രുവരി വരെ നീണ്ടു നിൽക്കുന്നതാണ്. ഈ മാസങ്ങളിൽ കുറഞ്ഞ മഴ പെയ്യുന്നത് കൊണ്ട് തന്നെ വ്യക്തവും തടസ്സമില്ലാത്തതുമായ കാഴ്ചകൾ കാണാൻ പറ്റും. അതുപോലെ മൺസൂണിന് ശേഷമുള്ള ഈ കാലയളവ് പച്ചപ്പ് നിറഞ്ഞതും ജലാശയങ്ങൾ നിറഞ്ഞതുമായ ഭൂപ്രകൃതിയെ പുനരുജ്ജീവിപ്പിക്കുന്നതുകൊണ്ട് പ്രദേശത്തിൻ്റെ ദൃശ്യഭംഗി വർദ്ധിപ്പിക്കുന്നു. പോകുന്ന വഴിയിൽ തന്നെയാണ് ഓഡിയൻ സിനിമയുടെ ഷൂട്ടിംഗ് ഒക്കെ നടന്ന ചിങ്ങഞ്ചിറ കറുപ്പുസ്വാമി നേച്ചർ ടെമ്പിൾ. ഞങ്ങൾ പോയ ദിവസം ഒരു സ്കൂളിൽ നിന്നും കുഞ്ഞു കുട്ടികൾ അവിടേക്ക് ടൂർ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല ക്രൗഡഡ് ആയിരുന്നത് കൊണ്ട് അവിടെ ഇറങ്ങിയില്ല. പക്ഷേ അവിടെ കുറച്ചു നേരം ആ വലിയ ആൽമരത്തിൻ്റെ ചുവട്ടിൽ വിശ്രമിക്കുന്നത് പാലക്കാടിൻ്റെ ചുവട്ടിൽ നിന്നും അല്പം ആശ്വാസം നൽകും. ഇതിനടുത്തു തന്നെയാണ് കൊല്ലങ്കോട് കൊട്ടാരം. പക്ഷേ ഈ കൊട്ടാരം ഇപ്പോൾ ഒരു വിനോദസഞ്ചാര കേന്ദ്രമല്ല. വിദേശ സന്ദർശകർക്ക് മാത്രമായി ഒരു ആയുർവേദ സ്പാ നടത്തുന്ന സ്വകാര്യ മാനേജ്മെൻറ്റിന് കൊട്ടാരം പാട്ടത്തിന് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സമയത്തും പൊതുജനങ്ങളെ കൊട്ടാര സമുച്ചയത്തിനടുത്തേക്ക് അനുവദിക്കില്ല. ഇത്രയുമാണ് എനിക്ക് സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തെ പറ്റി പറയാനുള്ളത്. നിങ്ങൾക്കാർക്കെങ്കിലും ഇനിയും എന്തെങ്കിലും അറിയാമെങ്കിൽ കമൻ്റ് ആയി ഇടണേ. പിന്നെ അവിടെ പോകുന്ന ആൾക്കാർ അവിടെ പ്ലാസ്റ്റിക് വേസ്റ്റൊക്കെ ഇട്ടു ആ സ്ഥലത്തെ മനോഹാരിത കളയരുത് എന്നൊരു അപേക്ഷ കൂടിയുണ്ട്. എൻ്റെ ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ മടി കൂടാണ്ട് ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.